ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ ഇടേണ്ട വ്ളോഗ് ഇന്ന് ഞാൻ ഇടുന്നത്. ഇന്നലെ ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലത്തെ വ്ളോഗ് ഞാൻ ഇന്നാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മോർണിംഗ് ഒക്കെ കണ്ട് എണീറ്റ് പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇന്ന് ടു ഡു ലിസ്റ്റ് എഴുതാനിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്വിഡ് ഗെയിം സീസൺ 3 ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കണ്ടിട്ട് ശരിക്കുള്ള സീസൺ കാണാമെന്ന് വെച്ചിട്ട് സീസൺ 3യുടെ എക്സ്പ്ലനേഷൻ കാണാണ്. അപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു നേരം പോക്കായല്ലോ. പിന്നെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ രാവിലെ വീഡിയോസ് ഒന്നും കാണാനിരിക്കാറില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നമ്മുടെ ആ ഒരു എനർജി ഫുള്ളായിട്ട് പോകണ കാരണം അങ്ങനെ ഇരിക്കൽ കുറവാണ്. പക്ഷേ ഇന്ന് എന്തോ സ്ക്വിഡ് ഗെയിമിൻ്റെ എക്സ്പ്ലനേഷൻ കാണാനായിട്ട് വല്ലാത്തൊരു ആഗ്രഹം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നത്. പിന്നെ ശരിക്കുള്ള സീസൺ ഞാൻ എന്തായാലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് കാണുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം പോവും. പിന്നെ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊന്നും നടക്കൂല. അപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ കണ്ട് കഥയൊക്കെ മനസ്സിലാക്കി പിന്നെ ഞാൻ വന്നിട്ട് ഡെസ്കൊക്കെ ക്ലീൻ ആക്കി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ട റോസ്റ്റും ആയിരുന്നു. അത് കഴിക്കണതിൻ്റെ ഇടയിലും ഞാൻ എക്സ്പ്ലനേഷൻ ഇരുന്ന് കാണായിരുന്നു കേട്ടോ. എക്സ്പ്ലനേഷൻ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നെനിക്ക് ഫുള്ളായിട്ടൊരു മെനക്കെട്ട പണിയുണ്ടായിരുന്ന ദിവസമാണ്. അതായത് ഇന്നലെ ഞാൻ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് നമ്മൾ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി രണ്ടാമത് ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള സപ്ലൈസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതിലാണെങ്കിൽ മര്യാദക്ക് ലൈറ്റും ഇല്ല, പിന്നെ വീഡിയോ ഒക്കെ ഏതോ ഒരു മൂലയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ രണ്ടാമത് വീഡിയോ എടുക്കാനായിട്ട് പോണ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീഡിയോ എടുത്തപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ ഒരറ്റത്തുനിന്ന് വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ശരിക്കും നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ തിരമാല അടിക്കുന്ന സൗണ്ടില്ലേ, അതാണ് മഴ പെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മഴയുടെ ആ ഒരു സൗണ്ടിൻ്റെ വേരിയേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ എപ്പോഴും അങ്ങനെ മഴ ശ്രദ്ധിക്കാറൊന്നുമില്ല, പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ ചെറിയ സൗണ്ട് വന്നിട്ട് പിന്നെ ഭയങ്കര സൗണ്ടായിട്ടാണ് മഴ പെയ്തത്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ രാവിലത്തെ പുട്ട് തന്നെയാണ് കഴിച്ചത്, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുട്ടിൻ്റെ കൂടെ മീൻകറി മുട്ട ബുൾസിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ രസികൻ സിനിമ കണ്ടിട്ടാണ് കേട്ടോ പുട്ട് കഴിച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് എപ്പോഴും ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഈ ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ വരിക. ഇത് നമ്മുടെ ലബൂബുവിനെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്റ്റിക്കർ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഭയങ്കര സങ്കടമായി. കാരണം ലബൂബുവിനെ എനിക്ക് ഒന്നാമത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. ഇതിനെയാണെങ്കിൽ കാണാനായിട്ടൊരു ബർക്കത്തും ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെ റിട്ടേൺ ആക്കി. പിന്നെ ഇനി ഇത് കവായി സ്റ്റിക്കേഴ്സ് വരുന്ന സമയത്ത് ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇടയിൽ ഞാൻ കവായി ജേർണൽ സപ്ലൈസ് എന്നാണല്ലേ പറഞ്ഞത്, ജേർണൽ സപ്ലൈസ് അല്ല കേട്ടോ, കവായി ഗേളിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്ക് ഈ ഒരു ലബൂബുവിനെ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ജേർണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ട് ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജേർണൽ സപ്ലൈസ് വാങ്ങാൻ പൈസയില്ല, അപ്പോൾ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് സിമ്പിളായിട്ടൊരു ജേർണലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാത്തവരെന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചത്, അവൾക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പരിപാടികളൊക്കെ കഴിച്ചിട്ട് റെഡിയാവാൻ പോയി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ശരിക്കുള്ള സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു എപ്പിസോഡുകൾ ഞാനിങ്ങനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു.
എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് കാണാനായിട്ടാണ് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് പുട്ട് കഴിച്ച കാരണം ഒന്നും കൂടി ഒന്ന് വിശന്നപ്പോൾ ഞാൻ അവിൽ വെച്ചിട്ട് ഒരു സിമ്പിൾ ഉപ്പുമാവ് ഉണ്ടാക്കി. നമ്മൾ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സവാളയും പച്ചമുളകും ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പിടണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത്ര അടിപൊളി റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, വിശക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് കണ്ടു, കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ആണ് കഴിച്ചത്. എനിക്ക് ഈ ഒരു ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഇത് ഏത് എപ്പിസോഡാണെന്ന് ഓർമ്മയില്ല, കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്നൊക്കെ ആയിട്ടാണ് കണ്ടത്. അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് വന്നു. പിന്നെ ഞങ്ങൾ പുറത്തു പോയി. ഞങ്ങൾ പോണത് തൃപ്രയാർക്കാണ്, വൈമാളിക്ക്. ഓഫ് കോഴ്സ് നമ്മൾ പുറത്തിറങ്ങിയാൽ എപ്പോഴും അങ്ങോട്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ ഞങ്ങൾ ബസ് കയറാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ വൈമാളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫറിൻ്റെ ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ റോട്ടിലാണെങ്കിൽ പറയണ്ട, നല്ല തിരക്കും പിന്നെ മഴയും. അങ്ങനെ ഞങ്ങൾ തൃപ്രയാർ എത്തി. പിന്നെ വിചാരിച്ച പോലെ തന്നെ വൈമാളിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ വരുന്ന സമയത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, ഇന്നാണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ അവൾക്ക് സുഡിയോയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഡിയോയിൽ വന്ന്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ സുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാലോ, ഓരോ ഐറ്റംസ് ഇങ്ങനെ കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ അതുപോലെ നോക്കി നിൽക്കും. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങുകയാണ്. ഞാനപ്പോൾ ഓരോ ടോപ്പുകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് നല്ലൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന്, കണ്ടില്ലേ ഇത്രയും ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറഞ്ഞതാണ് കേട്ടോ, ഇതിലേലും വലിയ ക്യൂ ആയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ വൈമാളിൽ ഇത്രയും തിരക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല തിരക്ക് കാരണം അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഈ ഒരു കേക്ക് വാങ്ങി. ഇത് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അവളാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ എനിക്കും ഇഷ്ടമായി. ഞാൻ പിന്നെ വേറെ ഒരെണ്ണം കൂടെ വാങ്ങി എക്സ്ട്രാ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അൺലിസ്റ്റഡ് ആയിട്ട്. അതാകുമ്പോൾ നമുക്ക് എവിടെ വെച്ചിട്ടാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോയിലേക്കുള്ള ആ ഒരു ഹാഷ്ടാഗും പിന്നെന്താ കീവേഡ്സും അതൊക്കെ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കവായി ജേണൽ സപ്ലൈസിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു ടാഗും കീവേഡ്സൊക്കെ കൊടുക്കാനായിട്ടിരുന്നു. എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര മടിയാണ് കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഈ കീവേഡ്സൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കമൻസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗീവ് അവേയിൽ ഞാൻ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് ടോപ്പ് കമൻറ്ററായിട്ടുള്ള ആളെയാണ് കേട്ടോ. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കമൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്തിട്ടുള്ള ആളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ട് കമൻറ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. 50K ആകുമ്പോൾ ഗീവ് അവേ നടത്താമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച ആ ഒരു സ്പീഡിൽ അങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു 100K ആയി കഴിഞ്ഞിട്ട് ഇൻഷാല്ല ഗീവ് അവേ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ ഷോർട്സിലൊന്നും കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി ആയപ്പോൾ ചെമ്മീൻ പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. പിന്നെ ചോറൊന്നും കഴിച്ചില്ല. കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ച കാരണം വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.